ഇപ്പം നമ്മൾ തമിഴിലൊക്കെ പടം ഇറങ്ങിയിട്ട് തമിഴ് ഓഡിയൻസിന്റെ റെസ്പോൺസ് എടുത്തപ്പം അവരോട് എന്തുകൊണ്ട് ഈ പടം കാണാൻ വന്നെന്ന് ചോദിച്ചപ്പം വിപിൻ ദാസ് എന്ന ഡയറക്ടർ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ കാണാൻ വന്നതെന്നാണ് തമിഴ് ഓഡിയൻസ് പറഞ്ഞത്. അപ്പൊ അതിനെ പറ്റി സിനിമ കണ്ടാൽ മതിയല്ലേ, സന്തോഷം. ഓക്കെ, ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അതല്ല, എനിക്ക് അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാര്യം സിനിമ തിയേറ്ററിൽ നടന്ന് കാണാമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു ട്രെൻഡാണ് പഴയ സോങ്ങുകൾ വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പം ഈ സിനിമയിൽ അത്തരത്തിലൊരു സോങ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വീണ്ടും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഞാനത് പണ്ട് മുതൽ ചെയ്യുന്നുണ്ട്. 2016 ഫസ്റ്റ് മൂവി മുതൽ ഇതുണ്ട്. പുതിയ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കത് യൂസ്ഡാണ്. അതിപ്പോൾ ട്രെൻഡിങ് ആയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. പൃഥ്വിരാജ് ആരാധകരൊക്കെ പറയുന്നത് രാജുവേട്ടന് കോമഡി ചെയ്യാൻ പറ്റില്ലെന്നുള്ള പറയുന്നവരുടെ വായ അടപ്പിക്കുന്ന സിനിമയാണ് ഇതെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, പുള്ളിക്ക് നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന പോലെ വർക്കാവുന്നതാണ് തോന്നുന്നത്. എന്താ പറയുക, ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്യുന്നത് പൃഥ്വിരാജാണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അങ്ങനെ സംശയമേ വേണ്ട. രാജുവേട്ടൻ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞത് എന്ത് കോമഡി എനിക്ക് അധികം ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അതുകൊണ്ട് ഡയറക്ടറിനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഇൻപുട്ട് എന്തായാലും ഉണ്ടാവും. രാജുവേട്ടന്റെ ഒരു റെസ്പോൺസ് എന്താണ്? രാജുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. സിനിമ ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുക? ഈ പറഞ്ഞല്ലോ, ഭയങ്കര ചില്ല് ചെയ്ത് വന്ന് കാണുക. വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേയ്സ് ആണ് പോകുന്നത്. അതൊക്കെ ആ രീതിയിൽ തന്നെ ഒരു പടം കണ്ടാൽ കഴിയും.